വൈറ്റ് ഹൌസിലേക്കുള്ള രണ്ടാം വരവിന്റെ ആദ്യ ദിനങ്ങൾ തന്നെ സംഭവ ബഹുലമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റങ്ങൾ തുടച്ചു നീക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ട്രംപ് ഒന്നൊന്നായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരും ട്രംപിന്റെ ഈ പട്ടികയിലുണ്ട്. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സൈന്യത്തിന്റെ C-17 വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് റോയിറ്റേഴ്സിന്റെ വാർത്ത. 205 ഇന്ത്യൻ പൗരന്മാരാണ് വിമാനത്തിലുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ടെക്സസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് പുലർച്ചെ 3 മണിയോടെ പുറപ്പെട്ട വിമാനം 24 മണിക്കൂറിനകം ഇന്ത്യയിലെത്തും. കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന സൈനിക വിമാനങ്ങളിൽ ഏറ്റവും ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതും ഈ വിമാനമായിരിക്കും. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കാണ് ഇതുവരെ കുടിയേറ്റക്കാരെ തിരികെ അയച്ചത്. അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. അനധികൃത കുടിയേറ്റങ്ങളിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപിന് ഇന്ത്യയുടെ മറുപടി. നിയമവിരുദ്ധമായി ഇന്ത്യൻ പൗരന്മാർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ മടക്കി എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 18,000 ഇന്ത്യൻ പൗരന്മാരുടെ പട്ടിക US ഇമിഗ്രേഷൻ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലും ഒരുപാട് കൂടുതലാണ് യഥാർത്ഥ കണക്കുകൾ. 7.25 ലക്ഷത്തോളം ഇന്ത്യക്കാർ അനധികൃതമായി US എത്തിയിട്ടുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ആഴ്ച മുതലാണ് അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരികെ അയക്കാൻ തുടങ്ങിയത്. ഇതുവരെ 6 വിമാനങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിലേക്ക് മാത്രം പറന്നത്. ചരിത്രപരമായ നടപടിയെന്നാണ് കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്ന തീരുമാനത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചാരണങ്ങൾക്കിടയിൽ പലവട്ടം താൻ സ്വീകരിക്കാൻ പോകുന്ന പ്രധാന തീരുമാനമായി ഈ നാടുകടത്തലിനെ അവതരിപ്പിച്ചിരുന്നു. മെക്സിക്കോ അതിർത്തി വഴിയാണ് അനധികൃത കുടിയേറ്റം കൂടുതലും സംഭവിക്കുന്നത് എന്നതിനാൽ പ്രദേശത്ത് സൈനിക വിന്യാസം ശക്തമാക്കി. നിരവധി സൈനിക താവളങ്ങളാണ് ട്രംപ് അതിർത്തിയിൽ തുറന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാരെ മടക്കി അയച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും കേന്ദ്ര സർക്കാർ നടപടി അനുകൂലിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും ഈ വിഷയത്തിൽ ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. 2023 ഒക്ടോബറിനും 2024 സെപ്റ്റംബറിനും ഇടയിൽ മാത്രം 1,100-ലധികം ഇന്ത്യൻ കുടിയേറ്റക്കാരെയാണ് അമേരിക്ക നാടുകടത്തിയത്. പതിവായുള്ള കോൺസുലർ സംഭാഷണത്തിന്റെ ഭാഗമെന്നാണ് വിദേശകാര്യ വക്താവ് നാടുകടത്തലുകളെ വിശേഷിപ്പിച്ചത്. ആവശ്യമായ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുമെന്ന നയം ട്രംപ് നടപ്പാക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയുമേറെ ഇന്ത്യൻ പൗരന്മാർക്ക് അമേരിക്കയിൽ നിന്ന് മടങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്.